എല്ലാവർക്കും നമസ്കാരം. കവിത സുയിപ്പിന്റെ കൊടി, രചന നിസരി. ഏതാണമ്മേ ഈ കൊടി? ഏത്? ഞാൻ ഞെട്ടിപ്പോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ വെറും കൈയോടെ നിൽക്കുന്ന മകൾ. സുയിപ്പിന്റെ കൊടി എന്ന് പറഞ്ഞാൽ എന്തു കൊടിയാ? മകൾ വീണ്ടും. എൻ്റെ മനസ്സ് പുറകിലേക്ക് ഒറ്റച്ചാട്ടം. ഒരു കരണം മറിച്ചിൽ ദേ നിൽക്കുന്നു ഒരു കുഞ്ഞുടുപ്പുകാരി. ഉണ്ടക്കണ്ണും ചീകാത്ത തലമുടിയും അകത്ത് കയറാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ഉമ്മറപ്പല്ലുകളും. ഒന്ന് പറയുന്നുണ്ടോ എന്താ അമ്മേ സുയിപ്പിന്റെ കൊടി? വാ പൊളിച്ചു നിൽക്കുന്ന അമ്മയോട് ഞാൻ പാൽക്കാരൻ്റെയും പപ്പടക്കാരൻ്റെയും മീൻകാരൻ്റെയും കൊടികളെ പറ്റി പറഞ്ഞു. സുയിപ്പിന്റെ കൊടികളെ പറ്റി. അതിൻ്റെ നിറം എന്താണ്, രാഷ്ട്രീയം എന്താണ്, ജാതി എന്താണ്, ഒന്നും അമ്മയ്ക്കറിയില്ല. ഉത്തരത്തിന് വേണ്ടി വാശി പിടിച്ച എന്നെ നിരാശയിലേക്ക് തള്ളിയിട്ട് അമ്മയുടെ മറുപടി വീണ്ടും കുഴക്കി. സുയിപ്പിന്റെ കൊടിയായല്ലോ ഈശ്വര, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ പെണ്ണെ? ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു. ക്ലാസ്സിലും കുളക്കടവിലും അമ്പലനടക്കിലും കല്യാണപ്പുരയിലും ഞാൻ സുയിപ്പിന്റെ കൊടികൾ നാട്ടി നോക്കി. ആരും തിരിഞ്ഞു നോക്കിയില്ല. കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇന്ന് മകൾ എന്നോട് ചോദിക്കുന്നു, എന്താണമ്മേ സുയിപ്പിന്റെ കൊടി? നിർവചനങ്ങളില്ലാത്ത അനേകം സുയിപ്പിന്റെ കൊടികൾ എന്നെ നക്ഷത്രക്കാലെണ്ണിച്ചു. ഉമിനീരുണങ്ങിയ വായിൽ മരുഭൂമികൾ പെറ്റുപെരുകി. കോടിക്കണക്കിന് സുയിപ്പിന്റെ കൊടികൾ തലയ്ക്കു മുകളിൽ വട്ടം കറങ്ങുന്നത് പോലെ. അതോ തലയാണോ കറങ്ങുന്നത്? കണ്ണു തുറന്നപ്പോൾ ഗൂഗിളിൽ സുയിപ്പിന്റെ കൊടി തിരയുന്നുണ്ട് 3ാം തലമുറയിലെ പട്ടുപാവാടക്കാരി. കവിത സുയിപ്പിന്റെ കൊടി.